ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ലോലിപോപ്പ് അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ചില്ലി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ടും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ആഡ് ചെയ്യേണ്ടത്. ചിക്കൻ ഞാൻ കുറച്ച് കുരുമുളകും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അതുകൂടി അതിൽ ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 2 പൊട്ടാറ്റോ വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തത് കൂടി അതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ലോലിപോപ്പ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ലൂസാക്കിയ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിന് പകരം മുട്ട യൂസ് ചെയ്യാം. ഞാൻ മുട്ടയ്ക്ക് പകരം അധികം അരിപ്പൊടി വെച്ചിട്ടുള്ള ഈ ബാറ്ററാണ് യൂസ് ചെയ്യാറ്. ഇതേപോലെ കുറച്ച് മസാല കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ബോളാക്കി എടുക്കണം. ഞാൻ ഇതേപോലെ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് ആ ബാറ്ററിൽ മുക്കിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതേപോലെ സെയിം ഇതിൽ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് സ്റ്റിക്കാണ്. ഏത് സ്റ്റിക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ കബാബ് സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് അതാണ് യൂസ് ചെയ്തത്. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്ക് കുത്തിയിട്ട് ഫ്രൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോള് ഫ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിക്ക് കുത്തി കൊടുക്കാം. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മളെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.